ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യയിൽ കോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ബില്യണേഴ്സിൻ്റെ എണ്ണം, അഥവാ $100 കോടി മുകളിൽ നെറ്റ്വർത്തുള്ള ബില്യണേഴ്സിൻ്റെ എണ്ണം 2027 ആകുമ്പോഴത്തേക്കും അത് 200-നടുത്ത് എത്തുമെന്നാണ് കണക്ക്. ഇനി $30 മില്യൺ നെറ്റ്വർത്തുള്ള കോടീശ്വരന്മാരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ, അഥവാ അൾട്രാ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ അടുത്ത 5 വർഷം കൊണ്ട് ഏകദേശം 20,000-നടുത്ത് എത്തുമെന്നാണ് കണക്ക്. ഇനി $1 മില്യൺ നെറ്റ്വർത്തിന് മുകളിലുള്ളവരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ 2027 ആകുമ്പോഴേക്കും ഏകദേശം 17 ലക്ഷം കോടീശ്വരന്മാരുണ്ടാവുമെന്നാണ് കണക്ക്. അപ്പോൾ ഈ കോടീശ്വരന്മാരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിലും മാറ്റം സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ കൂടുതൽ ലക്ഷറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആഡംബരം നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും അവർ ആസ്വദിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ചില ബിസിനസ് സെക്ടറുകളിൽ വൻപിച്ച മുന്നേറ്റം ഉണ്ടാക്കും. അപ്പോൾ അത്തരം സെക്ടറുകളും അവയിൽ ലോങ് ടേമിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചില സ്റ്റോക്കുകളെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിൽ പണം കുന്നുകൂടുമ്പോൾ നമ്മൾ ആദ്യം വാങ്ങാൻ സാധ്യതയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളായിരിക്കും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ സർപ്ലസ് ആയിട്ടുള്ള പണം പലരും ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നോക്കുകയാണെങ്കിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, അതേപോലെ ഒബ്റോയ് റിയൽറ്റി, അതുപോലെ DLF തുടങ്ങിയ മാർക്കറ്റ് ലീഡിംഗ് കമ്പനികൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ കാണുന്ന മറ്റൊരു കമ്പനിയാണ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് പ്രൊജക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഈ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് സെക്ടറിലുള്ള ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഡെവലപ്മെൻറ്റ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതേപോലെ പ്രോപ്പർട്ടിയുടെ റീറ്റെയിലിങ്, അതുപോലെ ലീസിങ് ഓഫീസുകൾ, ഇങ്ങനെ തുടങ്ങി ആ മേഖലയിലുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള എല്ലാ ബിസിനസ്സിലും കൈവച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് പ്രൊജക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിലുള്ള റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നല്ല മാർക്കറ്റ് പൊസിഷനുള്ള ഒരു കമ്പനിയാണിത്. കൂടാതെ ഇവരുടെ പ്രവർത്തന മേഖല ഇപ്പോൾ കൊച്ചി, മാംഗ്ലൂർ, ഗോവ, മൈസൂർ, പൂനെ, മുംബൈ, അഹമ്മദാബാദ്, ഉദയ്പൂർ പോലുള്ള സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 47,887 കോടിയുള്ള മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 1,195 ഇതിൻ്റെ ഹൈ പ്രൈസ് പോയിട്ടുള്ളത് 1,440 രൂപ വരെയാണ്. അപ്പോൾ 52 വീക്ക് ഹൈയിൽ നിന്ന് 17% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ഡേറ്റിൽ ഈ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 28.1, ഇൻഡസ്ട്രി PE നോക്കുകയാണെങ്കിൽ 35.3, 5 ഇയേഴ്സിൻ്റെ ഒരു മീഡിയൻ PE നോക്കുകയാണെങ്കിൽ 32.61. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇതിൻ്റെ ROCE 10.3, ROE 7.56 സെയിൽസ് ഗ്രോത്ത് 25, പ്രോഫിറ്റ് ഗ്രോത്ത് അമേസിംഗ് ആയിട്ടുള്ളൊരു ഫിഗറിലാണ് കാണാൻ കഴിയുന്നത്. 227% പ്രോഫിറ്റ് ഗ്രോത്താണ് കഴിഞ്ഞ 4 ക്വാർട്ടറുകളിൽ ഈ കമ്പനി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 5 ഇയേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു CAGR ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 8.62% വെച്ചിട്ടാണ് അത് വളരുന്നത്. പ്രോഫിറ്റ് 14.4% വെച്ചിട്ടാണ് വളരുന്നത്. ഇനി ഡെപ്റ്റ് ടു ഈക്വിറ്റി റേഷ്യോ 1. ഓക്കെ, അത് അധികം ഡെപ്റ്റില്ല, കുറവുമല്ല എന്ന് പറയുന്ന 1 എന്നുള്ള ഫിഗറിലാണ് കാണാൻ കഴിയുന്നത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 65.5, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 18%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 13% ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഫണ്ടമെൻ്റലി വലിയ കുഴപ്പമില്ലാത്ത ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് പ്രസ്റ്റീജ് റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി കോടീശ്വരന്മാരുടെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മറ്റൊരു വിപണിയാണ് ഈ കാർ വിപണി, അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഒരു വിപണി. നാം പൊതുവേ ടാറ്റ മോട്ടോഴ്സ്, മാരുതി പോലുള്ള കമ്പനികളുടെ ബിസിനസ്സിനെ കുറിച്ചും, അല്ലെങ്കിൽ ഐഷർ മോട്ടോഴ്സ് ഇങ്ങനെയുള്ള കമ്പനികളുടെ ബിസിനസ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാറുള്ളത്. അവർക്ക് കാർ മാനുഫാക്ചറിങ് കമ്പനികളാണ്. എന്നാൽ ഈ കോടീശ്വരന്മാർ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യയിലുള്ള കാറുകളായിരിക്കില്ല, അവർ വിദേശ നിർമ്മിത കാറുകളിലായിരിക്കും കൂടുതൽ അവരുടെ ശ്രദ്ധ. അപ്പോൾ അത്തരത്തിൽ വിദേശ നിർമ്മിത ആഡംബര കാറുകൾ ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീലർഷിപ്പ് നേടിയെടുത്ത, അതിൻ്റെ ഫ്രാഞ്ചൈസി നേടിയെടുത്തിട്ടുള്ള ഒരു ഇന്ത്യയിലെ വാഹന വിതരണ രംഗത്തെ ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പാണ് ലാൻഡ്മാർക്ക് കാർസ് എന്ന് പറയുന്ന കമ്പനി. ഇത് 1998 രൂപ കണ്ട കമ്പനിയാണ്. ലാൻഡ്മാർക്ക് കാർസിൻ്റെ അതിൻ്റെ ഡീലർഷിപ്പ് അവർക്ക് പ്രത്യേകിച്ച് മെഴ്സിഡസ് ബെൻസ്, ഹോണ്ട, അതുപോലെ ജീപ്പ്, വോക്സ് വാഗൺ, അതുപോലെ റിനോൾട്ട് ഇങ്ങനെയുള്ള പല വിദേശ കമ്പനികളുടെയും വാഹനങ്ങളുടെ ഡീലർഷിപ്പ് കൈക്കലാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ് ലാൻഡ്മാർക്ക് കാർസ്.
കൂടാതെ ഇവർ കമേഴ്ഷ്യൽ വെഹിക്കിൾ രംഗത്തുമുണ്ട്. പ്രത്യേകിച്ച് അശോക് ലൈലൻഡിൻ്റെ ആ ഒരു റീറ്റെയിൽ ബിസിനസ് കൈകാര്യം ചെയ്യുന്നതും ഈ ലാൻഡ്മാർക്ക് കാർസാണ്. ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് 3227 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. ഇതിൻ്റെ ഹൈ പ്രൈസ് 905 വരെ പോയിരുന്നു. ഇപ്പോൾ 13% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്റ്റോക്കിൻ്റെ PE 44.4 ഇൻഡസ്ട്രി P 38 മാത്രമേ ഉള്ളൂ. 5 years മീഡിയൻ P 32.6 പ്രൈസ് ടു ബുക്ക് വാല്യൂ 6.8 എന്നുള്ള ഒരു ഹൈ ഫിഗറാണ്. PEG റേഷ്യോ 1.17 അപ്പോൾ ഈ കമ്പനി ഇതിൻ്റെ ഒരു പ്രൈസ് ഇപ്പോൾ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സോണിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കറക്ഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൻ്റെ ROC 20.1 ROE 25.2 ഡെപ്റ്റ് ടു ഇക്വിറ്റി 1.16 കുറച്ച് ഹൈ ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി സ്വാഭാവികമായിട്ടും ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി, അതുകൂടാതെ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനി എന്നുള്ള നിലക്ക് കുറച്ച് ഹൈ ഡെപ്റ്റ് ടു ഇക്വിറ്റി കമ്പനിയിലുള്ളൊരു റിസ്ക് ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് 5 years 16.0 ആണ്. പ്രോഫിറ്റ് വേരിയൻറ്റ് 38.1 ആണ്. അപ്പോൾ 5 വർഷത്തെ ആ ഒരു CAGR ഗ്രോത്ത് പ്രോഫിറ്റിൽ 38% CAGR ഗ്രോത്ത് എന്ന് പറയുന്നത് നല്ലൊരു ഫിഗറാണ്. ഇനി സെയിൽസ് ഗ്രോത്ത് 16% വെച്ചിട്ട് വളരുന്നുണ്ട്. ഇനി പ്രൊമോട്ടർ ഹോൾഡിംഗ് 51.8 ഉണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 8%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 15% ഉണ്ട് എന്നുള്ളത് അത് നല്ലൊരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഈ ഡെപ്റ്റും ഓവർ വാല്യുവേഷനും ഇത് രണ്ടും ഈ സ്റ്റോക്കിൽ ഒരു റിസ്ക് ഫാക്ടറായിട്ട് തോന്നുന്നു. അത് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഒരു കറക്ഷനിൽ ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോറോയിങ്സ് കുറഞ്ഞ് വരുന്നുണ്ട് എന്ന് നമുക്ക് അടുത്ത ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അനുയോജ്യമായ ഒരു സ്റ്റോക്കായിരിക്കും. ഇനി മറ്റൊരു ലക്ഷറി സെഗ്മെൻറ്റാണ് ലക്ഷറി വാച്ചുകളുടെ സെഗ്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം റോളക്സ് പോലെയുള്ള വാച്ചുകൾ, ആഡംബര വാച്ചുകൾ, അത് ലിമിറ്റഡ് എഡിഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കൈക്കലാക്കുക എന്നുള്ളത് ഏതൊരു ഇങ്ങനെയുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കാത്തു സൂക്ഷിക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ എത്ര വില കൊടുക്കാൻ തയ്യാറാവും. അപ്പോൾ ഈ മേഖലയിൽ നമ്മൾ ഇന്ത്യയിലുള്ള ഒരു പ്രധാന കമ്പനി എന്ന് പറയുന്നത് ടൈറ്റാനാണ്. അപ്പോൾ ടൈറ്റാൻ ഈ സെക്ടറിലെ ഒരു മാർക്കറ്റ് ലീഡർ കമ്പനിയാണ്. ഇതേപോലെ മറ്റൊരു കമ്പനിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അത് ഈത്തോസ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലെ ലാർജസ്റ്റ് ലക്ഷറി പ്രീമിയം വാച്ച് റീറ്റെയിൽ പ്ലെയറാണ്. അപ്പോൾ ഇവർക്ക് 13% ഷെയർ ടോട്ടൽ റീറ്റെയിൽ സെയിൽസിലും അതുപോലെ പ്രീമിയം ലക്ഷറി സെഗ്മെൻറ്റിലും ഉണ്ട്. അതുപോലെ 20% ഷെയർ ഇവർക്ക് ഈ എക്സ്ക്ലൂസീവ് ലക്ഷറി സെഗ്മെൻറ്റിൽ വേറെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതായത് ഇതൊരു 20 ഡാറ്റ വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ലക്ഷറിയസ് വാച്ചിൻ്റെ ഒരു സെഗ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു കോൺസെൻട്രേറ്റഡ് ബിസിനസ്സാണ്. മാർക്കറ്റ് ക്യാപ്പ് 5743 കോടിയുള്ള ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 2459 രൂപയാണ്. ഇതിൻ്റെ ഹൈ പ്രൈസ് വരുന്നത് 2670 അവിടെ നിന്ന് 7% ഒരു കറക്ഷനിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് കിട്ടുന്നത്. സ്റ്റോക്കിൻ്റെ PE എന്ന് പറയുന്നത് 82 ഇത് വളരെ ഹൈ ആയിട്ടുള്ളൊരു PE ആണ്. എങ്കിലും ഇൻഡസ്ട്രി PE 72 ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം ടൈറ്റാൻ്റെയൊക്കെ PE 90 above അപ്പോൾ കൂടാതെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 8.64 അതും വളരെ ഹൈ ആണ്. PEG റേഷ്യോ 1.14 അതുപോലെ 5 years PE നോക്കുകയാണെങ്കിൽ മീഡിയൻ PE 59. അപ്പോൾ മീഡിയം PEക്കാളും ഇൻഡസ്ട്രി PEക്കാളും ഒക്കെ മുകളിലാണ് ഈ സ്റ്റോക്കുകൾ. ഓവർ വാല്യൂഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ കറക്ഷനിൽ മാത്രം വാങ്ങിക്കേണ്ട സ്റ്റോക്കുകളാണ്, എങ്കിലും വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് എന്ന് നാം മനസ്സിലാക്കണം. ROC 17.4 ROE 13.8%. സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 4 ക്വാർട്ടറിലെ ഗ്രോത്ത് 27.8 പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിൽ 52.5 5 വർഷത്തെ CAGR ഗ്രോത്ത് 17. അത് ഓരോ 5 വർഷത്തെ ഒരു ലോങ് ടേം നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും 17.2% വെച്ച് ഇതിൻ്റെ സെയിൽസ് വർദ്ധിക്കുന്നുണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ 71.7% വെച്ചിട്ടാണ് വളരുന്നത്. അപ്പോൾ പ്രോഫിറ്റിൽ നല്ലൊരു ഗ്രോത്താണ് ഈ സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.21 ഇതാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചോളം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഡെപ്റ്റ് ടു ഇക്വിറ്റി ഒരു സീറോ ഡെപ്റ്റ് കമ്പനി ആണ് എന്ന് നമുക്കിത് പറയാൻ പറ്റും. കൂടാതെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണെങ്കിൽ 57.9 ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 10% ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 12% ഹോൾഡിങ്ങും ഉണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേണും വളരെ എക്സലൻ്റ് ആണ്. ഇനി അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന സ്റ്റോക്ക് ഈ കോടീശ്വരന്മാർ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ 3 കാര്യം വാഹനം, വീട്, വാച്ചുകൾ പോലെ ലക്ഷറി ജ്വല്ലറികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മറ്റൊരു മേഖലയാണ് ഇൻറ്റീരിയർ കളക്ഷൻസ്.
അതായത് നമ്മൾ വീടുകളിനുള്ളിൽ നമ്മൾ ആൻറ്റിക്സും അതേപോലെ നമ്മൾ ആഡംബരത്തിന് ഉപയോഗിക്കുന്ന പല വിധത്തിലുള്ള ഷോപ്പ് പീസുകൾ, ഇങ്ങനെയുള്ള ഫർണിച്ചറുകൾ, ഇതൊക്കെ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഇൻറ്റീരിയർ കളക്ഷനുള്ള ഒരു കമ്പനിയാണ് പ്രീതി ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. അപ്പോൾ ഇവർ ഫർണിച്ചർ ആൻഡ് ലൈഫ് സ്റ്റൈലിൽ ഇന്ത്യയിലെ ഒരു ലീഡിങ് ബ്രാൻഡാണ്. ഇവരുടെ ജോധ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്, നോർത്ത് ഇന്ത്യയിലെ ജോധ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് പ്രീതി ഇൻ്റർനാഷണൽ. ഇവരുടെ പ്രൊഡക്റ്റ് 750-ൽ പരം പ്രൊഡക്റ്റുകൾ ഇവർ ഓൾറെഡി അതിൻ്റെ ഒരു ബ്രാൻഡ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 99% ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് വുഡൻ ആൻഡ് അയൺ ഹാൻഡിക്രാഫ്റ്റുകൾ നിന്നാണ്. ഇവരുടെ എക്സ്പോർട്ട് ബിസിനസ് ഏകദേശം 84%, ഡൊമസ്റ്റിക് സെയിൽസ് 16% മാത്രം. അപ്പോൾ ഇവരുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്, പ്രത്യേകിച്ച് USA, സ്പെയിൻ, ഹോളണ്ട്, ടർക്കി, ചൈന പോലെയുള്ള രാജ്യങ്ങളാണ്. മാർക്കറ്റ് ക്യാപ്പ് 224 കോടി മാത്രമുള്ള ഒരു മൈക്രോ ക്യാപ് കമ്പനിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഹൈലി റിസ്കി ഇൻവെസ്റ്റേഴ്സിന് മാത്രം യോജിച്ചൊരു കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 193 രൂപയാണ്. ഇതിൻ്റെ ഹൈ 300 വരെ പോയിരുന്നു. പലപ്പോഴും അപ്പർ സർക്യൂട്ടിലേക്ക് പോയിക്കൊണ്ട് 300 വരെ എത്തിയ കമ്പനിയാണിത്. പിന്നീട് ലോവർ സർക്യൂട്ട് വന്നിട്ട് 200ലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് 35% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റോക്കിൻ്റെ P 21.4 എന്നാൽ ഇൻഡസ്ട്രി P 31.8 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അണ്ടർ വാല്യൂഡ് ആയിട്ട് നമുക്ക് കാണാം. അതേപോലെ 5 ഇയേഴ്സിൻ്റെ മീഡിയം P ആണെങ്കിൽ 26 ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് താഴെയാണ് സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത്. പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 4.42 എന്നുള്ള ഒരു ഫെയർലി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ബുക്ക് വാല്യൂ ആണ്, പ്രത്യേകിച്ച് ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ. ഇനി PG റേഷ്യോ, അതായത് പെഗ് റേഷ്യോ എന്ന് പറയുന്ന ഈ ഗ്രോത്തും PE റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 0.37 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ROCE 31.9 ആണ്, ROE 23.6 ആണ്. അത് വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു ROCE നമുക്ക് കാണാൻ കഴിയും. ഇനി സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ 4 ക്വാർട്ടറിലെ പ്രീവിയസ് ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 28.8% വളർച്ചയുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് 67% വളർച്ചയുണ്ട്. ഇനി 5 വർഷത്തെ CAGR സെയിൽസ് ഗ്രോത്ത് 53.6% ഉണ്ട്. പ്രോഫിറ്റ് വേരിയൻ്റ് ആണെങ്കിൽ 57%. അപ്പം ഒരു അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് പ്രീതി ഇൻ്റർനാഷണൽ. ഇതിൻ്റെ ഏറ്റവും രസകരമായ ഡെപ്റ്റ് ടു ഇക്വിറ്റി 0 ആണ്, 0 ഡെപ്റ്റ് കമ്പനിയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഹൈലി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നമുക്കറിയാം, ഇതൊരു മൈക്രോ ക്യാപ് കമ്പനി, 224 കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പേ ഉള്ളൂ. അത് മാത്രമാണ് ഇതിലൊരു റിസ്ക് ഫാക്ടറായിട്ട് തോന്നുന്നത്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 66% ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കമ്പനി നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ പരാമർശിച്ച ഈ ഒരു 4 സ്റ്റോക്കുകൾ ഒരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല, പക്ഷേ നമ്മൾ വളരാൻ പോകുന്ന ഇന്ത്യൻ ഒരു എക്കണോമിയിൽ, പ്രത്യേകിച്ച് ഈ കോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഐറ്റംസിന് വേണ്ടി അവർ നോട്ടമിടുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട 4 മേഖലകളെക്കുറിച്ചും അതിലെ 4 സ്റ്റോക്കുകളെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. ഇത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ഇത് കൂടുതൽ റിസർച്ച് നടത്തിക്കൊണ്ട് മാത്രം ഇതിൽ സേ യുവർ ബെൽ ഡിസിഷൻ എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.